കടയിൽ നിന്ന് മേടിക്കുന്ന മിഠായികൾ കുട്ടികൾക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിലൊന്നാണ് തേൻ മിഠായി. തേൻ മിഠായി നമ്മൾ കളറൊക്കെ ചേർത്തിട്ട് വരുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ എത്രയോ ഫുഡ് കളറും അതും ഇതൊക്കെ ചേർത്ത് എന്തൊക്കെ ചേർത്തിട്ടാണ് അവർ ഓരോന്നും ഉണ്ടാക്കുന്നത് തന്നെ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു തേൻ മിഠായിയാണ് കേട്ടോ. തേൻ മിഠായി പോലെ തോന്നിക്കുന്ന ഒരു തേൻ മിഠായി. അപ്പോൾ അതിനനുസരിച്ച് ഇഡ്ഡലി മാവ് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു, അത് എടുത്തു വെച്ചിട്ടുണ്ട്. അതൊരു കപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് ഫുഡ് കളറിൻ്റെ ഒരു ഇത് വന്നില്ലെങ്കിൽ ഒരു ചെറുതായിട്ടൊരു മഞ്ഞ കളർ വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ 2 സ്പൂൺ പഞ്ചസാര ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സിറപ്പ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാനത് അടപ്പത്ത് വെച്ചിട്ട് സിറപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഒന്ന് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഇളക്കുക കേട്ടോ. അപ്പോൾ സിറപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്താ വെച്ച് കഴിഞ്ഞാൽ മാറ്റി വയ്ക്കുക. ഇനി ചീനിച്ചട്ടി ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച ശേഷം ആ മാവിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ, അതും ആ കുക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ബേക്കിംഗ് സോഡ ഇടാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ കുറച്ച് കോരി ഒഴിക്കുക ചെയ്യണത്. മറ്റേ കടയിൽ നിന്ന് കിട്ടുന്ന പോലെ ഷേപ്പിലൊന്നും കിട്ടില്ല, നമ്മൾ കോരി ഒഴിക്കുന്ന പോലെ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. ഇനി നമ്മൾ എടുത്ത് വെച്ച മാവ് മുഴുവനും കോരി ഒഴിച്ച് ഇതേപോലെ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷേപ്പിലൊന്നും കിട്ടില്ല, എങ്കിലും അത്യാവശ്യം നല്ല ഭംഗി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ട് ഒരു മിക്സ് ചെയ്ത് വയ്ക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുക കേട്ടോ. അപ്പോഴേക്കും ഇതിലേക്ക് എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റുവാണ്. ഏകദേശം എല്ലാ സിറപ്പും ഇതിലേക്ക് മിക്സായി കഴിഞ്ഞു. കുറച്ചൊക്കെ അടിയിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അല്ലാതെ എല്ലാം ഇതിലേക്ക് മിക്സായി. ഇനി നമുക്ക് ഇത്തിരി ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറമേ കൂടെ പഞ്ചസാര തൂകിയാൽ മതി കേട്ടോ. അത് ഇത്തിരിയും കൂടി ടേസ്റ്റിൽ കിട്ടും. ഓൾറെഡി നമ്മൾ സിറപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൂടാണ്ട് പഞ്ചസാരയുടെ ടേസ്റ്റ് വരുമ്പോൾ അത് പ്രത്യേക ടേസ്റ്റ്. ഇത് കുട്ടികൾക്കൊന്ന് കൊടുത്ത് നോക്കി അവർ വീണ്ടും വീണ്ടും ചോദിച്ച് കഴിക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു തേൻ മിഠായിയാണ് കേട്ടോ. അത് നമ്മുടെ വീട്ടിലുള്ള ഐറ്റങ്ങൾ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. പിന്നെ ഫുഡ് കളർ ചേർക്കണവർക്ക് ചേർക്കാം, പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫുഡ് കളറൊന്നും ചേർക്കണ്ട. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുത്തിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയ പലഹാരമാണ്.